മാസം 25 to 35 lakhs വീട്ടിലിരുന്നുള്ള കാര്യമാണ്. ഫ്രീലാൻസർ ഡിസൈനിങ് സെക്ടറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ അവർ $100 തൊട്ട് $150 വരെയാണ് പെർ അവർ. ലക്ഷക്കണക്കിന് മേഖലകളിലാണ്. കരിയർ എന്ന് പറയുന്നത് ഇങ്ങനെ കടലാണ്. കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്തിനാ ഇതെല്ലാം കൂടെ ടാൻ തീറ്റയും കോസ് തീറ്റയും എല്ലാം കൂടെ നമ്മൾ പഠിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യം എന്തായിരുന്നു? എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് ആദ്യം മനസ്സിലാക്കണം. തൊഴിൽ നേടാനായിട്ട് ആക്ച്വലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പഠിപ്പിച്ചാൽ പോരാ, എങ്ങനെ പഠിക്കണം എന്ന് ആദ്യം പഠിപ്പിക്കണം. മാതാപിതാക്കളോടും അധ്യാപകരോടും സംസാരിക്കാനും മനസ്സ് തുറക്കാനും കഴിയുന്നില്ലെങ്കിൽ അവരൊരിടത്ത് മനസ്സ് തുറക്കുന്നിടം ശരിയല്ലെങ്കിൽ, പലപ്പോഴും പറയാറുണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങൾ ജനിച്ച ദിവസവും ജനിച്ചത് എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസം. അതാണ് പർപ്പസ് ഓഫ് ലൈഫ്. അങ്ങനെയല്ലേ? എൻ്റെ കുട്ടിയുടെ സർഗശേഷികൾ എന്താണ്, അവൻ്റെ സന്തോഷങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ മാതാപിതാക്കൾക്ക് കഴിയുന്നതിനേക്കാളും വലിയ ഭാഗ്യം എന്താണുള്ളത്? ഇനി അപകടകരമായ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് എന്താണ്? ജെയിംസ് മറ്റം, വെൽക്കം ടു ABC ടോക്സ്. 30 വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അങ്ങയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അങ്ങയോട്. PK, 30 വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതെ, ഞാൻ ജെയിംസ് സാറിനെ ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് എന്ന് വിളിക്കും. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ കാണുന്നത് PSC പരീക്ഷ ഉള്ള ദിവസം ബസ്സിൽ കയറാൻ പറ്റില്ല, ഹോട്ടലിൽ റൂം കിട്ടില്ല. കേരളത്തിലെ അവസ്ഥ മലയാളികൾ മുഴുവൻ ആ പരീക്ഷ നടക്കുന്ന ദിവസം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അത്രത്തോളം പ്രതീക്ഷയിലാണ് ബാങ്ക് ടെസ്റ്റ് നടക്കുന്ന ദിവസം. പക്ഷേ ഈ PSC പരീക്ഷയും ബാങ്ക് ടെസ്റ്റും അല്ലാതെ ജീവിതത്തിൽ അതിനേക്കാൾ ബെറ്ററായ സാലറിയും ജീവിതശൈലിയും ഉണ്ടാക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് പരീക്ഷകളും കോഴ്സുകളും, ഈവൻ ഗവൺമെൻറ് ജോലികൾ തന്നെ ഉണ്ട്. അത് പലതും നമുക്കറിയില്ല. അത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്ക് ജെയിംസ് സാറുമായിട്ടൊന്ന് സംസാരിക്കാം. പൊതുപരീക്ഷകൾ, മലയാളി ഇതിനെ കാണുന്നത് ഒരു വല്ലാത്ത ആംഗിളിലാണ് അല്ലേ? അറിവില്ലായ്മയാണോ അതോ? ഒരു പരിധിവരെ നമ്മൾ അറിവില്ലായ്മ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അനാദരവാകും. അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായ അവബോധമില്ലായ്മയാണ് എന്നാണ് പറയാൻ കുറച്ചുകൂടി എനിക്ക് ആഗ്രഹം. കാരണം പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ വളരെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു വരുവാണ്. ഒരു ക്ലാസ് റൂം പോലെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സിലബസിനുള്ളിൽ നിന്നിട്ട്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ നിന്നിട്ട് നമ്മൾ പഠിച്ചു പോവുകയല്ലേ. അപ്പോൾ നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് പലപ്പോഴും ചിന്തിക്കാനുള്ള അവസരം പോലും കൊടുക്കുന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തീർച്ചയായിട്ടും അറിവ് നേടുക എന്നുള്ളതാണ്. പക്ഷെ അറിവ് നേടുന്നത് എന്തിനാണ്? അറിവ് നേടുന്നത് നമുക്ക് മനോഹരമായ രീതിയിൽ നമ്മുടെ ജീവിതം വിജയിപ്പിക്കുകയും സന്തോഷകരമായിട്ട് സമൂഹത്തിനും കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി ഒത്തിരി നന്മകൾ ചെയ്ത് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു ബോർഡ് എക്സാം പാസ്സാകുക എന്നുള്ളത് ജീവിത ലക്ഷ്യമാക്കി മാറ്റിക്കഴിഞ്ഞാലോ, ഒരു യൂണിവേഴ്സിറ്റി സെമസ്റ്റർ എക്സാം പാസ്സാകുക എന്നുള്ളത് ജീവിത ലക്ഷ്യമാക്കി മാറ്റുമ്പോൾ അത് അപകടമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ നിലവിൽ നമുക്ക് കരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3, 4, 5 നമുക്ക് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്നോട് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഞാൻ ആ മേഖലയിൽ നിന്നുള്ള ആളായതുകൊണ്ട്, ഫസ്റ്റ് ഈസ് ഓൾവേസ് ഗവൺമെൻറ് കരിയേഴ്സ്. പബ്ലിക് സെക്ടർ കരിയേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് ഓൺഡ് പ്രൈവറ്റ് ഇക്വിറ്റീസ് ഉള്ള കമ്പനികളാണ്. അത് വലിയ എൻ്റർപ്രൈസസുകളാണ്. അതിന് താഴെ എന്നല്ല, മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് പ്രൈവറ്റ് സെഗ്മെൻ്റാണ്. വലിയ സെഗ്മെൻ്റാണ്, ഒത്തിരി പ്രോമിസിങ് ആണ്, ഒത്തിരി അഡ്വാൻസ്മെൻറ്റ് നടക്കുന്ന ഒരു മേഖലയാണ്. പിന്നെ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു വളരെ വിശാലമായൊരു മേഖലയുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു സാധനം. അത് കഴിഞ്ഞ് മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒത്തിരി വളരാൻ പോകുന്നൊരു മേഖലയാണ് ഫ്രീലാൻസിങ് അല്ലെ ഇൻഡിപെൻഡൻറ്റ് കൺസൾട്ടൻസി അല്ലെ ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽസ് എന്ന് വേണേൽ നമുക്കറിയാൻ വിളിക്കാം. അതിൽ ഇന്ന് പുതിയ ജനറേഷൻ അതിന് ഒത്തിരി താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചില മേഖലകളിലൊക്കെ ഫ്രീലാൻസേഴ്സിന് പെർ അവർ 100 to 100, ഇപ്പോൾ ഡിസൈനിങ് സെക്ടറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ അവർ $100 തൊട്ട് $150 വരെയാണ് പെർ അവർ. 10 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്നത് $1,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപ. യു ക്യാൻ കാൽക്കുലേറ്റ് ദർ മന്ത്ലി സാലറി. ഡിസൈനിങ് ഭയങ്കര പ്രോമിസിങ് കരിയറാണ്. നമ്മൾ ഈ കാണുന്നൊന്നുമല്ല. നേരത്തെ ഈ പറഞ്ഞ പോലെ റോക്കറ്റ് ഡിസൈൻ ചെയ്യുന്നതും റോൾസ് റോയ്സ് ഡിസൈൻ ചെയ്യുന്നതും മെഴ്സിഡസ് ഡിസൈൻ ചെയ്യുന്നതും ഒക്കെ ഡിസൈനറാണ്. ഒരു ഡിസൈനറുടെ ഓൺ ആൻ ആവറേജ്
എല്ലാത്തിനും കരിയേഴ്സിൽ എപ്പോഴും ഡിഫറെൻറ്റ് ലെവലുണ്ട്. നമ്മളൊരു എക്സിക്യൂട്ടീവ് ലെവലായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക അത് കഴിഞ്ഞ ഒരല്പം സീനിയർ എക്സിക്യൂട്ടീവ് ആകും. പിന്നെ നമ്മൾ പ്രൊഫഷണൽ ലെവൽ എന്ന് പറയും, എക്സ്പേർട്ട് ലെവൽ എന്ന് പറയും, പിന്നെ നമ്മൾ ലീഡർഷിപ്പ് റോൾസിലാണ്. കരിയേഴ്സ് അങ്ങനെ പോകും. ഒരു എക്സ്പേർട്ട് ലെവലിലുള്ള ഒരു ഡിസൈനർക്ക്, ഞാൻ പറയുന്നത് ഫോട്ടോഷോപ്പ് ഡിസൈനറെ കുറിച്ചല്ല, ഏത് ടൂൾ എന്ന് അത് വേറൊരു സബ്ജക്റ്റാണ് ആക്ച്വലി. നമ്മൾ മൈൻഡ് സെറ്റ്, സ്കിൽ സെറ്റ്, ടൂൾ സെറ്റ് ഇങ്ങനെ പറയുന്ന വേറൊരു മെക്കാനിസം ഉണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ അതിൻ്റെ പ്രോമിസിങ് ആണോ എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഫ്രീലാൻസ് മേഖലയിൽ ഒരു നല്ല ഡിസൈനർ, ഇഫ് യു ആർ എൻ ഓട്ടോമൊബൈൽ ഓർ എനിത്തിങ് വിത്ത് എ കോർപ്പറേറ്റ്, യു ആർ എ ഗുഡ് ഡിസൈനർ, പെർ അവർ $100 to $150 ആണ് നിങ്ങളുടെ റെമ്യൂണറേഷൻ. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മാസം 25 to 35 lakhs വീട്ടിലിരുന്നുള്ള കാര്യമാണ് ഫ്രീലാൻസർ. ഒരു ബോസും ഇല്ല, ഇഷ്ടമുള്ള ഒന്നുമില്ല, ഏറെ ഫ്രീലാൻസർ. നിങ്ങളുടെ സ്വന്തം ഓഫീസിൽ സ്വന്തം ബോസായിട്ടിരുന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. സമയം കിട്ടുമ്പോൾ ചെയ്താണ്. രസകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിൻ്റെ, ഞാൻ വെഹിക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടറുകളുണ്ട്, ജർമ്മനി, ജപ്പാൻ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പം 40-50 ലക്ഷം എന്ന് പറയുന്നത് ഒരു തുകയേ അല്ല. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞത് മഹീന്ദ്രയുടെ തലവര മാറ്റിയത് ഒരു ഡിസൈനർ. യെസ്, നമ്മളിപ്പോ കാണുന്ന പഴയ മഹീന്ദ്ര ജീപ്പ് അല്ലല്ലോ നമ്മളിപ്പോ കാണുന്നത്. ഭയങ്കര പ്രീമിയം വണ്ടിയായി. അയ്യോ, ഇന്ന് മഹീന്ദ്ര, നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ 30-40 ലക്ഷം രൂപയ്ക്ക് മഹീന്ദ്ര വണ്ടി വിൽക്കാൻ കാര്യം ഡിസൈനാ. അല്ലെങ്കിൽ മഹീന്ദ്രയ്ക്ക് വിൽക്കാൻ പറ്റില്ല. മുമ്പ് മഹീന്ദ്ര നല്ല വണ്ടിയായിരുന്നു, പക്ഷെ നമുക്ക് ഡിസൈൻ വൈസ് നമുക്ക് എന്തോ ഒരു പ്രോബ്ലം. അത് നമുക്ക് യാത്ര ചെയ്യാനുള്ള എന്താ പറയാ, കംഫർട്ടബിൾ ട്രാവലിങ്ങിനുള്ളതല്ലായിരുന്നു. അതൊരു ഓഫ് റോഡ് വെഹിക്കിൾ, ഓൺ റോഡ്. നമ്മൾ ആൾക്കാർ അത് മേടിക്കുള്ളൂ. അത് ഒരെണ്ണം വീട്ടിൽ അനിവാര്യമായിരുന്നു. പക്ഷെ അവരുടെ തലവര മാറ്റിയത് ആരാന്ന് ചോദിച്ചാൽ ഡിസൈനറാ, ലേഡിയാണ്. ലേഡി. അപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കരിയേഴ്സിനെ കുറിച്ച് പറയുകയാണ്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ, സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കൃത്യമായ രീതിയിൽ ഇതൊരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കണം. സബ്ജക്റ്റ് ഓറിയൻറ്റഡും കരിയർ ഓറിയൻറ്റഡുമായിട്ട് തന്നെ വിദ്യാഭ്യാസം കൊണ്ടുപോകണം. അങ്ങനെ വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുപ്പത്തിലേ തന്നെ, അതായത് ഞാൻ ഈ ടീനേജിൽ തന്നെ എൻ്റെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഒരു ഗോളിലേക്ക് ഫോക്കസ്ഡ് ആകും. അവിടെ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആകത്തില്ല. ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷനുള്ള സാധ്യതയുള്ള സമയം അവിടെയാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും സംഭവിക്കുന്നത്. ആഗ്രഹത്തിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികൾ. നമ്മുടെ കാലത്തെ പോലെ മാതാപിതാക്കളുടെ ആഗ്രഹമല്ല. മക്കൾക്ക് മക്കളുടേതായ കൃത്യമായ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തീർച്ചയായിട്ടും മികച്ച രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അത് അടിസ്ഥാന വിദ്യാഭ്യാസത്തിനോടൊപ്പം ചെയ്യാൻ പറ്റും ഗവൺമെൻറ്റുകൾക്കെങ്കിലും അത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള മീഡിയകൾക്ക് ആ ഒരു അവയർനെസ്, കാരണം ഈ അവയർനെസ് ചെന്നെത്തേണ്ടത് 3 കൂട്ടറിലേക്കാണ്: വിദ്യാർത്ഥികളിലേക്കും, അധ്യാപകരിലേക്കും, മാതാപിതാക്കളിലേക്കും. ഈ 3 പേരും ഡിസിഷൻ മേക്കേഴ്സാണ്. നമ്മുടെ ഈ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു പിരമിഡ് സിസ്റ്റമാണ്. സ്കൂൾ എഡ്യൂക്കേഷനിൽ ഭയങ്കര രസമാണ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കും. പലപ്പോഴും ഞാൻ ഈ കോളേജുകളിലും സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുമ്പം കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്തിനാ ഇതെല്ലാം കൂടെ ടാൻ തീറ്റയും കോസ് തീറ്റയും എല്ലാം കൂടെ നമ്മൾ പഠിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനെ ഞാൻ കാണാറുണ്ട്. പക്ഷെ ആ അടിസ്ഥാന വിദ്യാഭ്യാസം വളരെ സയൻറ്റിഫിക്കാണ്. അതൊരു ബുഫേ ടേബിൾ പോലെയാണ് ആക്ച്വലി. നമ്മൾ നമ്മളൊരു ബുഫേ ചെന്നാൽ എല്ലാം ഒന്നും എടുത്ത് കഴിക്കില്ല, നമുക്ക് ഇഷ്ടമുള്ളതല്ലേ കഴിക്കുക. ദ ഒബ്ജക്റ്റീവ് ഈസ് ദാറ്റ്, ബട്ട് യു ഹാവ് ടു ടേസ്റ്റ് ഇറ്റ്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചറിയുന്നത് ദിസ് ഈസ് നോട്ട് ഗുഡ്, എനിക്ക് പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ളതാണ് പിന്നെ നമ്മൾ ചൂസ് ചെയ്യുക. രണ്ടാമതൊരു ട്രിപ്പ് എടുത്താൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമേ എടുക്കൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ 1 to 10th നമ്മളെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കും. സോഷ്യൽ സയൻസ്, ഇടയ്ക്ക് ക്രാഫ്റ്റ്, സ്പോർട്സ്, ഗെയിംസ്, ആർട്സ് എല്ലാം ഉണ്ട് നമുക്ക്. സ്കൂളിംഗ് സിസ്റ്റം അങ്ങനെ. അപ്പം ഇതെല്ലാം പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ ഐച്ഛിക വിഷയം അതിലേക്കാണല്ലോ നമ്മൾ പിന്നീട് പോകേണ്ടത്. അപ്പം അവിടെ തൊട്ട് കുട്ടികൾ അറിയണം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഇതാണ്, പക്ഷേ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഞാൻ അറിയണം. അവിടെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കണക്റ്റഡ് ആകുക. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് കരിയറിനെ കുറിച്ച് എന്ന് ചിന്തിക്കണം എന്ന് ചോദിച്ചാൽ, സ്കൂൾ ടൈമിൽ ചിന്തിക്കണം. കാരണം അവിടെയാണല്ലോ ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമ്മൾ കണ്ടെത്തിയത്. ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ കണ്ടെത്തുമ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് കൂടെ നമ്മൾ സ്കൂൾ ടൈമിൽ അതിനുള്ള ശേഷി കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണോ പറയുന്നത്? തീർച്ചയായിട്ടും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കുറച്ച് സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ അഡോളസൻസ് ഏജ് എന്ന് പറയുന്ന ഒരു ഏജ് ഉണ്ടല്ലോ, അതിന് ടീൻ, അതായത് 13 മുതൽ 19 വരെയുള്ളൊരു ടീനേജ് ഉണ്ട്. ഈ ടീനേജിലാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും
ഒത്തിരി കാര്യങ്ങളിൽ അവർ അഭിപ്രായം പറഞ്ഞു തുടങ്ങുന്നതും അവരുടെ ആ ഒരു ഏജ് എവിടെയാണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. അവരത് വിദ്യാലയങ്ങളിലായിരിക്കും. അപ്പോൾ വിദ്യാലയങ്ങളിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 എലമെൻറ്റ്സ് ഉണ്ട്. 1 അവരുടെ മാതാപിതാക്കൾ, 2 അവരുടെ അധ്യാപക സമൂഹം, 3 അവരുടെ റിലേറ്റീവ്സ്, 4 വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈസ് ദെയർ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ. ഈ 4 കൂട്ടരെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അതിന് പുറത്ത് അവർക്കൊരു ലോകമില്ല. ഇനി ഞാൻ ആഡ് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ 4 ഫാക്ടേഴ്സില്ലേ, പേരൻസ്, ടീച്ചേഴ്സ്, സുഹൃത്തുക്കൾ, റിലേറ്റീവ്സ്. ഇനി അപകടകരമായ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ ഇന്ന് നമ്മുടെ കുട്ടികൾക്കുണ്ട്. എന്താണ്? മീഡിയ, സോഷ്യൽ മീഡിയ. ഭയങ്കര അപകടം. ChatGPT. അപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഇതിന് കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ലാതെ പോയാൽ പക്ഷേ ഈ കൃത്യം പ്രായത്തിൽ ഇപ്പൊ ഒരു ഡിസൈനിങ് താല്പര്യമുള്ള ഒരാൾ സോഷ്യൽ മീഡിയ എന്ന പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതാണ്, അത് ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടറാണ്. ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും ഇന്റർനെറ്റിനെയാണ് നമുക്ക് മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അതിന് സോഷ്യൽ മീഡിയ വേണ്ട. ഞാൻ നെറ്റിന്റെ സാധ്യതകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല കരിയേഴ്സ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് മുമ്പോട്ട് പോവാം. ഞാൻ പറയുന്നത് എന്താ പറയുക, എന്റർടൈൻമെന്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ചാനൽസ് ഉണ്ടോ, അത് തീർച്ചയായിട്ടും എന്റർടൈൻമെന്റ് സമയത്തെ ഉപയോഗിക്കാം. എഡ്യൂക്കേഷന്റെ സമയത്ത് ഒരിക്കലും അത് ഉപയോഗിക്കരുത്. ആ സമയത്ത് എഡ്യൂക്കേഷൻ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഓരോന്നും സെർച്ച് ചെയ്യാമല്ലോ. പണ്ട് എന്താ പറയുക, പഴയ ആൾക്കാരൊക്കെ പറയില്ലേ, ട്രിവാൻഡ്രത്ത് സെൻട്രൽ ലൈബ്രറി പോയിട്ട് വേണം ഒരു ബുക്ക് എടുത്ത്. അല്ല, ലൈബ്രറി പോകാൻ വേണ്ടിയിട്ട് ലൈബ്രറിയുടെ അടുത്ത് വീടെടുത്ത് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയ ആൾക്കാരെയൊക്കെ എനിക്കറിയാം. സിവിൽ സർവീസ് മേഖലയിലേക്ക് വന്നാൽ എല്ലാ കുട്ടികളും പഠിച്ചിരുന്നെങ്കിൽ അത് മാത്രമായിരുന്നു ഓപ്ഷൻ. അങ്ങനെയായിരുന്നു ഒരു സമയത്ത്. ട്രിവാൻഡ്രത്ത് മാത്രമേ മെയിൻസ് എക്സാം ഉള്ളല്ലോ. അങ്ങനെയാണ് ഈ പലപ്പോഴും സംസ്ഥാനങ്ങളുടെ ഹെഡ്ക്വാർട്ടറുകൾ മാത്രം സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ ഹബ്ബുകളായി മാറാനുള്ള പ്രധാന കാരണം. അവിടെയാണ് മികച്ച റീഡിങ്ങും മികച്ച ഓഫീസേഴ്സ് മുഴുവൻ താമസിക്കുന്നത്. എപ്പോഴും അവിടെ തിരുവനന്തപുരത്ത് സെൻട്രൽ ലൈബ്രറി, യൂണിവേഴ്സൽ ലൈബ്രറി ഒക്കെ വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു. ഇതോടനുബന്ധിച്ച് ജെയിംസ് സാർ, എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു അഷ്റഫ് എന്ന് പറഞ്ഞിട്ടൊരു നാച്ചുറൽ AC ഉള്ള ഒരാളുടെ അടുത്ത് പോയി. അപ്പം അദ്ദേഹത്തിൻ്റെ മോള് വന്നപ്പോൾ GK ചോദിച്ചു എന്താ ചെയ്യണേന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാർ ഓടിപ്പോയിട്ടൊരു ബുക്ക്, ഒരു ഡ്രോയിങ്, ഒരു ആൽബം എടുത്തുള്ളൂ. എന്താണ് അവരുടെ വരാന്നറിയോ? അത് കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് പ്ലാൻ എന്ന് GK ചോദിച്ചു. അപ്പോൾ GK തന്നെ പറയും. ഇപ്പോൾ അഷ്റഫ് വളരെ ഭംഗിയായി വരയ്ക്കും. ഈ കുഞ്ഞ് ഭയങ്കര രസകരമായിട്ട്, എനിക്കൊന്ന് +2 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന്, ഒരു മോളാണ്. 3 ഡയമെൻഷണൽ പിക്ചേഴ്സാണ് വരച്ചത് പലതും. ഈ 3 ഡയമെൻഷനാണെന്ന് അത്ര രസമുണ്ട് കാണാൻ. അപ്പം പുള്ളി പറഞ്ഞു, ഇനി ഇവളെ എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് വര പഠിപ്പിക്കാൻ കൊണ്ടുവിടണം. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്, ബിരുദം എടുക്കുക. അദ്ദേഹം അതാണ് പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത്. ഈ കുട്ടി വളരെ മനോഹരമായി വരയ്ക്കും. ഈ കുഞ്ഞിനെ ഇനി ചെയ്യാൻ പോകുന്നത്, ഈ കൊച്ചിനെ വരയ്ക്കുന്നതിനൊരു ഫോർമാറ്റിൻ്റെ ഉള്ളിലേക്ക്, ഇതിനൊരു ഔദ്യോഗിക പഠനം എത്തുമ്പോൾ ഒരു ഫോർമാറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ചെയ്യേണ്ടാത്തത് ഇന്നത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ ഈ കുഞ്ഞിനെ അങ്ങ് ഫോർമാറ്റ് ചെയ്ത് ഒരു 5 വർഷം 7 വർഷം കഴിഞ്ഞാൽ ഈ സാറി പറഞ്ഞ പോലെ സാധാരണ വരയോടും അല്ലെങ്കിൽ ജനകീയമായ വരയോടും അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് വരയോടും ഒക്കെ ഒരു ഈഗോയും കോംപ്ലക്സിലും പുറത്തു വരുന്ന രീതിയിൽ നമുക്ക് ഈ ടാലൻറ്റഡായ ആൾക്കാരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാനപ്പം വളരെ റിക്വസ്റ്റിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കൊച്ചിനെ ദൈവത്തെ ഓർത്ത് വര പഠിപ്പിക്കുന്ന സ്ഥലത്ത് വിടരുത്. വര പഠിപ്പിക്കുന്ന സ്ഥലം എല്ലാം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഭയങ്കര ഒരു ഫോർമാറ്റ് അതിന്റെ ഐ മീൻ ഈ പ്രോമിസിങ് എന്ന് പറയുന്നിടത്ത് അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. അവിടെ അവർക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിൻ്റെ എന്താ പറയുക, രാജ്യാന്തര തലത്തിലുള്ള അതിൻ്റെ സാധ്യതകളെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഈ വര പഠിപ്പിക്കുന്ന സ്ഥലത്തുള്ളവർക്ക് അറിയാൻ പറ്റണമെന്നില്ല. അവരവരുടെ മേഖലയിൽ സൂപ്പർ എക്സ്പെർട്സ് ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ സാധ്യതകൾ കരിയറിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ആക്ച്വലി കരിയറിലേക്ക് നമ്മുടെ കഴിവുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമുക്കിഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോഴത് ജോലിയല്ല, അത് നമ്മുടെ ജീവിതമാണ്. അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമല്ല, നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് റിട്ടയർമെൻ്റ് ഇല്ല. അവിടെയാണ് നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആവും. അവിടെ നമ്മൾ ആ കരിയറിൻ്റെ അങ്ങേ തല വരെ എത്തുകയും ചെയ്യും. കാരണം നമ്മൾ ആസ്വദിക്കുകയാണല്ലോ. ആർക്കും വേണ്ടി ചെയ്യുന്നതല്ല, നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്, നമ്മുടെ സന്തോഷത്തിന് ചെയ്യുന്നതാണ്. അവിടെ ജോലിയില്ല, ലേബറില്ല, ഒന്നുമില്ല. അവിടെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ജീവിതം ആസ്വദിക്കാനാണ്. അതിലേക്കാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഗോവിന്ദൻകുട്ടി ഇത് ചെയ്യുന്നത് ഞാൻ കാണുന്ന കാലം തൊട്ട് താങ്കൾ ഇത് ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഇതിൽ നിൽക്കുന്നത്, അല്ലെ എന്നെ കളഞ്ഞിട്ട് പോയത്. തീർച്ചയായിട്ടും ശരിയല്ലേ? അപ്പം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പം സ്കൂൾ തലത്തിൽ തന്നെ ഒരു കുട്ടി 2ാമത്തെ ഭാഗം, ഒന്ന്
എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ലക്ഷക്കണക്കിന് മേഖലകളിലാണ്. കരിയർ എന്ന് പറയുന്നത് ഇങ്ങനെ കടലാണ്. നമ്മൾ ഈ റൂമിലിരിക്കുമ്പോൾ എത്ര കരിയറിലുള്ളവരെ ഇവിടെ ഇരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഞാൻ പലയിടത്തും ചോദിക്കണമെന്ന് വെച്ചിട്ടുള്ള ഒരു സാധനം. സാർ, നമ്മളിപ്പം ലോകത്തെ നമ്മൾ വളരെ പുരാതനമാണ് ഇന്ത്യൻ സംസ്കാരം, കൾച്ചർ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും ഭയങ്കര ഓർഗനൈസ്ഡായി കാണുന്ന ഒരു സാധനമാണ് ഗ്രീക്ക്. തീർച്ചയായിട്ടും ഗ്രീക്ക് മിത്തോളജി ആയാലും സാംസ്കാരികമായിട്ടായാലും അത് ഈവൻ പലപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ ദേവന്മാരെ ഇങ്ങോട്ട് കോപ്പി ചെയ്താണ്, ഇവിടുത്തെ നമ്മളായിട്ടൊക്കെ ഒരുപാട് സാമ്യമുണ്ട്. ഏൻഷ്യൻ കൾച്ചർ എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ വലിയ അവിടെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതിയെ പറ്റി ഞാൻ മുൻപെപ്പോഴോ വായിച്ചപ്പം മനസ്സിൽ പതിഞ്ഞൊരു കാര്യമുണ്ട്. അവർ 4 വിഷയങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. 1 മ്യൂസിക്, 2 ജിംനാസ്റ്റിക്, 3 മാത്തമാറ്റിക്സ്, 4 ഒരു ലാംഗ്വേജ്. ഇത് 4ഉം പഠിച്ച് പുറത്തേക്കിറങ്ങിയാൽ അവരവർക്ക് സാധ്യതയുള്ള ലോകത്തേക്ക് അവരവർക്ക് സ്വയം രൂപപ്പെടാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അവരത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ ഗ്രീക്കുമായി ബന്ധപ്പെട്ട ഈ സാംസ്കാരിക അവബോധം ഉൾപ്പെടെ ഈ സൈക്കോളജിക്കൽ തലം ഉൾപ്പെടെ എല്ലാം ലോകത്ത് വ്യാപിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. പക്ഷെ നമുക്കിവിടെ ഇപ്പോൾ അറിഞ്ഞോ അറിയാതെ, ഇപ്പോൾ സാറ് പറഞ്ഞ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. നമുക്ക് കിൻഡർ ഗാർഡൻ മുതൽ PG വരെ, ഈ കിൻഡർ ഗാർഡൻ മുതൽ PG വരെ നമ്മൾ വല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് കുട്ടികളെ സ്ട്രെസ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ചെറിയ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് അവരുടെ ടേസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട രീതിയിൽ വിദ്യാഭ്യാസം മാറേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. ശരിയോ തെറ്റോ എന്നുള്ളത് വിശകലനം ചെയ്യാവുന്ന. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്രീക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. അതിൽ ഞാൻ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം പറഞ്ഞിട്ട് രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ ചെയ്യാം. ഇപ്പോൾ പഴയ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമില്ലേ, അവിടെ പഠിപ്പിക്കാത്ത സബ്ജക്റ്റ് ഇല്ല. ഇവിടെയും പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൻ്റെ എണ്ണമല്ല, പഠിപ്പിക്കുന്ന രീതിക്കാണ് പ്രത്യേകത. ഗുരുകുല സമ്പ്രദായത്തിൽ നിങ്ങൾ ആയോധന കലകൾ മുഴുവൻ പഠിപ്പിക്കും അല്ലേ, പക്ഷെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഗുരുപത്നിയുടെ പാദപൂജയിൽ പോലും നമ്മൾ ആരംഭിക്കും ക്ലാസ്. അവിടെ നമ്മൾ നേടിയെടുക്കുന്ന വലിയൊരു സംസ്കാരമുണ്ട്. നമ്മളെക്കാളും പ്രായമായ സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണം, അമ്മമാരെ ബഹുമാനിക്കണം, സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണം. അതായത് നമ്മൾ രൂപപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ സബ്ജക്ട് നോളജിനേക്കാളും വലിയൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ പാരമ്പര്യമുണ്ട്. നമ്മൾ ഭാരതത്തിനെ കുറിച്ച് പറയുമ്പോഴേ സബ്ജക്റ്റുകൾ ധാരാളം പഠിക്കുന്നു എന്നുള്ളതല്ല, പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പഠിക്കണം. പഠിക്കാനായിട്ട് പഠിപ്പിക്കാതെ പഠിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്കത് ബുദ്ധിമുട്ട്. പഠിക്കാനായിട്ടൊരു പഠിപ്പ് ആദ്യം വേണം. നമുക്ക് അമ്മ ചെറുപ്പത്തില് ചോറൊക്കെ പാത്രത്തിൽ ഇങ്ങനെ എടുത്തിട്ട് വല്ലാണ്ട് ലിക്വിഡ് ഫോമിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് വെച്ച് തരുന്നത് തൊണ്ടയിൽ കൊള്ളാൻ വേണ്ടി മാത്രമല്ലായിരുന്നല്ലോ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു വലത്ത് കൈക്ക് കഴിക്കണം, പാത്രത്തിൽ കഴിക്കണം. വളരെ ഡിസിപ്ലിൻഡ് മാനറിലേക്ക് അത് മാറുകയാണ് അല്ലേ. എന്ന് പറയുന്ന പോലെ പഠിപ്പിച്ചാൽ പോരാ, എങ്ങനെ പഠിക്കണം എന്ന് ആദ്യം പഠിപ്പിക്കണം. ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, രാമനെ പഠിപ്പിക്കുന്നതിന് മുൻപ് രാമനെ പഠിക്കണം. ഇതിനൊക്കെ ഏറ്റവും മനോഹരമായിട്ട് സംസാരിച്ചിരുന്ന ആള് കുഞ്ഞുണ്ണി മാഷ. ഭയങ്കര രസകരമാണ്. ഞാൻ ആ സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്ന ഇത്രയും സബ്ജക്റ്റുകൾ ഒരാളുടെ മുന്നിൽ വരുമ്പോൾ ഈ പ്രത്യേകിച്ചും നമ്മൾ ടീനേജ് എന്ന് പറയുന്നത് ഒരു കുട്ടി മെച്യൂർഡ് ആകുന്ന പ്രായം. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ കാലഘട്ടത്തിൽ അവർ മെച്യൂർഡ് ആകും, ഫിസിക്കലി മെൻ്റലി മെച്യൂർഡ് ആകുന്നുണ്ട്. പക്ഷെ അത് അംഗീകരിക്കാനായിട്ട് മാതാപിതാക്കളും സമൂഹവും തയ്യാറാണോ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അവർക്ക് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട്, അവർക്ക് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാൻ ആഗ്രഹമുണ്ട്. അവരവിടെ അടിച്ചമർത്തരുത്. കാര്യം നമുക്കവർ കുട്ടികളാണ്, പക്ഷെ അവരും ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആണ്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ അവർക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ അവിടെയാണ് ഞാൻ പറഞ്ഞ ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടേഴ്സ്. മാതാപിതാക്കളോടും അധ്യാപകരോടും സംസാരിക്കാനും മനസ്സ് തുറക്കാനും കഴിയുന്നില്ലെങ്കിൽ അവരോരിടത്ത് മനസ്സ് തുറക്കുന്നിടം ശരിയല്ലെങ്കിൽ അവിടെ കുട്ടിയുടെ എന്താ പറയുക വഴിതെറ്റിപ്പോവുക എന്ന് നമ്മൾ പറയും. ഇറ്റ് മീൻസ് റിയൽ ടുവേഴ്സ് സക്സസിലേക്കുള്ള വിജയത്തിലേക്കുള്ള പാത മാറി. അപ്പോൾ അതിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്വം. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം സ്കൂൾ തലങ്ങളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അറിഞ്ഞിരിക്കണം ഞാൻ എന്താണ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എൻ്റെ കഴിവുകൾ എന്താണ്.
ബേസിക്കലി നമ്മൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് ഈ ഭൂമിയിലേക്ക് ഏത് ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെടുമ്പോൾ ദർ ഇസ് എ പർപ്പസ് അല്ലേ, അങ്ങനല്ലേ പറയും. അപ്പോൾ ഈ പർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്നുള്ളത് തിരിച്ചറിയണം എന്നുള്ളതാണ് ജീവിതത്തിലെ, പലപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങൾ ജനിച്ച ദിവസവും ജനിച്ചത് എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസവും. അതാണ് പർപ്പസ് ഓഫ് ലൈഫ്. അങ്ങനെ ഒരു ദിവസം, ആ ഒരു ടേണിംഗ് പോയിന്റാണ് നമ്മളെ നമ്മളാക്കുന്നത്. അത് പലപ്പോഴും ജീവിച്ച് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പർപ്പസ് എന്തായിരുന്നു, ഞാൻ എന്തിനാ ഈ ലോകത്ത് ജനിച്ചതെന്ന് തിരിച്ചറിയാതെ മരിച്ചു പോകുന്ന ഒത്തിരി മനുഷ്യന്മാരില്ലേ. പക്ഷെ പലപ്പോഴും തിരിച്ചറിയും, കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പൊ തിരിച്ചറിയുന്നത് ജനിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ്. ജനിച്ചത് എന്തിനാന്നുള്ള തിരിച്ചറിഞ്ഞിട്ട് വേണം ജനിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് തിരിച്ചറിയാൻ, അല്ലെ തെറ്റും, അതിന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോകും. 4ാം സ്റ്റെപ്പിൽ നിന്ന് 2ാം സ്റ്റെപ്പിലേക്ക് വന്നിട്ട് കാര്യമില്ല. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനിച്ചത് എന്തിനാന്ന് തിരിച്ചറിയുക. അത് മറ്റത് നമ്മുടെ ഹോർമോണൽ ഇമ്പാക്ട് കൊണ്ട് നമ്മുടെ അഗ്രഷനായ ഏരിയയിൽ കൂടി പോണതാണ്. പക്ഷേ ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ദിസ് ഈസ് അഗെയിൻ മൈ റിക്വസ്റ്റ്, നിങ്ങളെപ്പോലുള്ള മീഡിയകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. സ്കൂൾ തലത്തിൽ തന്നെ ഇന്ന് ലോകവ്യാപകമായിട്ട് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒത്തിരി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, സൈക്കോമെട്രിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ധാരാളം ഉണ്ട് കേട്ടോ. 1, 2 ഒന്നുമില്ല, ആയിരക്കണക്കിന്. അതും സാർ വിശദമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു പോയാൽ എന്താണ് ഇപ്പം നമ്മളൊരു 8ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം, ഏത് ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഈ സൈക്കോമെട്രിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യും? സാധാരണഗതിയിൽ നിങ്ങൾ മികച്ച സ്കൂളുകളിലൊക്കെ അഡ്മിഷന് പോകുമ്പോൾ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നത് കാണാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അവരെടുക്കുക. ചെറിയ പ്രായത്തിലെ ചില ടെസ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുട്ടികൾക്ക് പെന്നും കളിപ്പാട്ടവും എല്ലാം കൊടുക്കുകയും ചിലർ പെന്നെടുത്ത് വരയ്ക്കാൻ പോയി. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തിരിച്ചറിയേണ്ടത് നമ്മൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തിരിച്ചറിയുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ ടീനേജ് ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലുമായിട്ട് നമ്മളുടെ കഴിവുകൾ, നമ്മുടെ സ്ട്രെങ്ത്, ചില ആളുകൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ ജനിച്ച് വീഴുമ്പം 2 കാര്യങ്ങളാണ്. നമുക്ക് ഇൻബോൺ ടാലൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയതായിരിക്കാം കുറേ സാധനം. ബാക്കി നമ്മൾ അക്വയർഡ് സ്കിൽസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ സ്കിൽ സെറ്റ്സ് ഒക്കെ വരുന്ന ആ ഭാഗത്താണ്. അപ്പോൾ ഈ എല്ലാ സ്കില്ലും നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ പഠിച്ച് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എൻജോയ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട്. അപ്പം ആപ്റ്റിറ്റ്യൂഡ് എന്തിനാ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണെന്ന് അറിയണം, എനിക്ക് എന്താ മാച്ചാകുക എന്നറിയണം. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ട് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒത്തിരി മികച്ച സൈക്കോളജിസ്റ്റ്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് ഒത്തിരി മികച്ച രീതിയിലുള്ള പരീക്ഷകളും അതുപോലെ തന്നെ എന്താ പറയുക അനലൈസ് ചെയ്യുന്നതിനുള്ള മറ്റു മാർഗങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന UN-ൻ്റെ യൂണിസെഫ് പോലുള്ള ഓർഗനൈസേഷനുകൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഫണ്ടിങ്ങും കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് അവരെന്താണെന്ന് തിരിച്ചറിയാൻ അത് ശരിക്കും ഉപയോഗപ്രദമാകുന്നത് കുട്ടികൾക്ക് മാത്രമല്ല, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമാണ്. എൻ്റെ മോൻ്റെ സർഗശേഷികൾ കണ്ടെത്തിയിട്ട്, എൻ്റെ കുട്ടിയുടെ സർഗശേഷികൾ എന്താണ്, അവൻ്റെ സന്തോഷങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ മാതാപിതാക്കൾക്ക് കഴിയുന്നതിനേക്കാളും വലിയ ഭാഗ്യം എന്താണുള്ളത്? ഞാൻ എന്ത് കൊടുത്താലും അവന് ഇഷ്ടമാകുന്നില്ല എന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ട്. ഇത് കഴിയുമ്പോൾ അതിലേക്ക് പോകുന്നതിന് കൃത്യമായി ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലേ? കൃത്യമായിട്ട് ഓൾമോസ്റ്റ് ഒരു 60-85% വി ക്യാൻ ആരാംസെ ഐഡന്റിഫൈ. പിന്നെ ബേസ്ഡ് ഓൺ പിന്നെ അതിനോട് ചേർന്ന് തന്നെ കുറച്ച് കൗൺസിലിങ്ങുകളും ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ക്രിസ്റ്റൽ ക്ലിയർ എന്താ പറയുക പിക്ചർ കിട്ടും. അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം. കുറേ ചോദ്യങ്ങളുടെ ഉത്തരം പറയുന്നതാണല്ലോ ക്ലാരിറ്റി. അപ്പം അതവർക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അത് ഏത് വയസ്സിലല്ല, 8ാം ക്ലാസ്സിലൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ ഈ പ്രായപൂർത്തിയാകുന്ന ഒരു പ്രായമുണ്ട്. പണ്ട് അത് 18, ഈ 19, നമ്മൾ ഈ 18 വയസ്സ് ആണല്ലോ അഡൾട്ട് എന്ന് പറയുന്നത്. അത് ആ കാലഘട്ടമൊക്കെ പോകുന്നു. അത് പുറകോട്ട് പോകുന്നു. നമ്മുടെ കുട്ടികളൊക്കെ ഒരു 12-13 വയസ്സാകുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വളരെ മെച്യൂർഡ് ആകുന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന അവസ്ഥ. അപ്പോൾ ഒരു മിനിമം ഒരു 7th ഗ്രേഡ് മുതലെങ്കിലും അവർ കാരണം എന്താണെന്നറിയാമോ, ഈ 7th കഴിഞ്ഞ് 10th വരുമ്പം ഫസ്റ്റ് ഡിസിഷൻ എടുക്കണം. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെയല്ലേ. 10th കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷണൽ ആയി. സയൻസ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, അല്ലെങ്കിൽ കൊമേഴ്സ് വേണോ, നമ്മൾ അവിടുന്ന് സ്ട്രീം ചൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ഗ്രാജുവേഷനിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയി. മാസ്റ്റേഴ്സിൽ പോകുമ്പോൾ പെർഫെക്റ്റ്ലി ആയി. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയിലൂടെ കുട്ടികൾ പോകുകയാണെങ്കിൽ അവർക്ക് അതോടൊപ്പം തന്നെ എന്തിനാ പഠിക്കുന്നത്, ഇന്നത്തെ കുട്ടികളുടെ പഠനത്തിലുള്ള പലപ്പോഴും ശ്രദ്ധ കുറയാനുള്ള മറ്റൊരു കാരണം കൂടെയാണ് എന്തിനാ പഠിക്കുന്നത്.